അസ്സലാമലൈക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ വ്ളോഗ് എടുക്കണത് കാരണം എങ്ങനെയോ ഉറക്കെ സംസാരിക്കണോ പതുക്കെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നമ്മൾ ഫ്ലൈറ്റിലാണ്, ഇൻഡിഗോയിലാണ്. അപ്പം ആദ്യത്തെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫ്ലൈറ്റാണ്. ആദ്യത്തെ ഒരുമിച്ചുള്ള ഫ്ലൈറ്റ് അതെ. അപ്പം ഇൻഷാ അല്ലാഹ് വഴിയെല്ലാം കാണാം ഗൈസ്. എനിക്ക് ചെറിയ നാണക്കേടുണ്ട്, പതുക്കെ പതുക്കെ എടുക്കാം. അതെ അതെ അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെയായി. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ് ആവും. നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴിക്ക്. ഞങ്ങൾ കുറേ വരുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല. എന്താ ചെയ്യാൻ പറ്റിയത്? ഞങ്ങൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സുഖമായിട്ട് ഇറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ലേറ്റായി പോയി. എങ്ങനെയൊക്കെ ലേറ്റായി പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സാരില്ല, പോട്ടെ. ആദ്യമായിട്ടുള്ളതല്ലേ, ആദ്യമായിട്ടാകുമ്പോ അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. പക്ഷെ എന്തോ പടച്ചോന്റെ ഒരു കുതിരത്തുണ്ടല്ലോ. ആളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു VIP എൻട്രൻസിനായിട്ട് വരാൻ പറഞ്ഞു. അതെ, അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര റഷായിരുന്നു. എമിഗ്രേഷനിലും നമ്മളെ ഹാൻഡ് ലഗേജ് ഒക്കെ ചെക്ക് ചെയ്യില്ല, ഭയങ്കര റഷായിരുന്നു. VIP കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ഫുൾ VIP പരിഗണന, ഫുൾ റോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്. ഇമിഗ്രേഷനിലേക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ട് അവിടെയും ഞങ്ങൾക്ക് VTs ഒക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ VIPസിനെ പരിഗണിക്കുന്ന ഒരു സെക്ഷനില്ല. അവിടെ വെച്ചിട്ട് 10 മിനിറ്റ് എടുത്തില്ല. അതിനുള്ളിൽ നമ്മളെ പരിപാടി വെച്ച് ഞാൻ ഗേറ്റിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ ചെറിയൊരു ലൈൻ ഉണ്ട്, ഒരു 10 ആളുണ്ടായില്ലേ. ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് ബസ്സിൽ കയറിയത്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞതിന്റെ ഒരു റീസൺ. സംഭവം ആ വരുന്ന വഴിക്കൊക്കെ എടുക്കണമെന്നും ആക്കണം എന്നൊക്കെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമ്മൾ ഓണായിരിക്കുന്നു വിചാരിക്കുന്നു. അല്ലേ റിസി? ഇപ്പൊ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ രാത്രിയാണ് അവിടുന്ന് പോകുന്നത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് രാവിലെ ഒരു 8:50 ഇറങ്ങും. നമ്മള് സിനിമ പേര് കളിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ പറയാട്ടാ, അക്കരെ 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 അക്ഷരം മാറ്റി കിലുക്കം. എനിക്ക് തോന്നി കാര്യമായിട്ട് എടുത്തിട്ടുള്ള കളിയൊന്നും അല്ല, ജസ്റ്റ് സിമ്പിൾ. പോസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് അവരെ കത്തിക്കാം. അവരെ പോസ്റ്റാക്കി ചോദിച്ചാൽ അവർ ഞങ്ങളെ പോസ്റ്റാക്കി എത്തിയിട്ടില്ല. ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ക്രൗഡാണ് കേട്ടോ. ഓണത്തിന് വന്നവരാൻ തോന്നുന്നുണ്ട്. ഗൈസ് നമ്മൾ നാട്ടിലെത്തിരിക്കുകയാണ്. വേണ്ട അധികം കൊണ്ടുണ്ടാ ഋതമോൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഋതമോൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഋതമോൾ സൈഡ് നോക്കണത്. ഒരാളവിടെ ഉണ്ട്.
ചക്കര ഹായ് ഷാദി ആരവിടെ എന്താ ചക്കര നാണക്കരുത് ഇருக்கு ഷാദിൽ നോക്കടാ പ്രായം കുറയ്ക്കാൻ നോക്കി മൈലാഞ്ചൊക്കെ ഇട്ട് ചുമപിടിച്ച് അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അത് തുടങ്ങിയ വ്ളോഗാണ്. അപ്പൊ അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.